അപ്പൊ കല്യാണം അവിടെ നിന്നാണ് കുടുംബബന്ധം തുടങ്ങുന്നത്. ആ കല്യാണം അതിനു മുമ്പ് ഒരു പ്രീ മാരിറ്റൽ കോഴ്സ് ഉണ്ട്. ഒരു പക്ഷെ ഇവിടെയൊക്കെ നടക്കുന്നുണ്ടാകും, ഇവിടെ ഉണ്ടോന്ന് എനിക്കറിയില്ല. നമ്മുടെ ഇസ്ലാമിക് സെന്ററിലോ SKSFന്റെയോ SYSന്റെയോ KMCCയുടെയോ എന്തിന്റെയെങ്കിലും കീഴിൽ അങ്ങനെ ഒരു ക്ലാസുകൾ സംഘടിപ്പിച്ചാൽ കല്യാണം കഴിക്കാത്ത ചെറുപ്പക്കാർ നിർബന്ധമായും പങ്കെടുക്കണം. നമ്മൾ വിചാരിച്ചതുപോലെ എത്ര സുഖമുള്ള കാര്യമല്ല. എങ്ങനെയാണത് കൊണ്ടുപോകേണ്ടതെന്ന് നമ്മൾ പഠിക്കണം. എന്നാലേ സന്തോഷത്തോടെ നമ്മൾക്കത് പൂർത്തിയാക്കാൻ പറ്റുകയുള്ളൂ. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ നമ്മൾ ചർച്ച ചെയ്തു വന്നത് പ്രവാസികളായ ആളുകൾ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഇന്ന മിനദ് ദുനൂബി ദുനൂബൻ ലാ യുകഫിറുഹ അസ്സലാത്തു വലസ്സിയാമു വലൽ ഹജ്ജു വലൽ ഉംറ. ചില തെറ്റുകളുണ്ട്, ചില പാപങ്ങളുണ്ട്, ചില കുറ്റങ്ങളുണ്ട്. ലാ യുകഫിറുഹ അസ്സലാത്തു, നിസ്കരിച്ചാൽ നിസ്കാരം കൊണ്ട് ആ പാപങ്ങൾ അല്ലാഹു പുറത്തു തരൂല. അല്ലാഹുവിന്റെ ഹബീബായ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, രണ്ട് നിസ്കാരങ്ങൾക്കിടയിലുള്ള പാപങ്ങൾ, ളുഹർ നിസ്കരിച്ച ഒരാൾ, മഗ്രിബ് നിസ്കരിച്ച ഒരാൾ ഇശാ നിസ്കരിക്കുമ്പോഴേക്കും അതിന്റെ ഇടയിലുണ്ടാകുന്ന ചെറുദോഷങ്ങൾ അല്ലാഹു പുറത്തു തരുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. ഇശാ നിസ്കരിച്ച ഒരാൾ സുബഹി നിസ്കരിക്കുമ്പോഴേക്കും ഇശാഇന്റെയും സുബഹിയുടെയും ഇടയിലുള്ള പാപങ്ങൾ അല്ലാഹു പുറത്തു തരുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ട് നിസ്കാരങ്ങൾക്കിടയിൽ അടുത്ത നിസ്കാരത്തെ കാത്തിരിക്കുന്നത് അതിന്റെ ഇടയിലുള്ള പാപങ്ങൾ പൊറുക്കപ്പെടാൻ കാരണമാകും. എന്നാൽ ഈ നിസ്കാരം കൊണ്ട് അല്ലാഹു പുറത്തു തരാത്ത ചില തെറ്റുകളുണ്ട്, ചില പാപങ്ങളുണ്ട്. അതുപോലെ തന്നെ വലസ്സിയാമു, നോമ്പ് കൊണ്ട് അല്ലാഹു പുറത്തു തരാത്ത ചില പാപങ്ങളുണ്ട്. പരിശുദ്ധമായ 2 റമളാനിന്റെ ഇടയിലുള്ള പാപങ്ങൾ അല്ലാഹു പുറത്തു തരുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞപ്പോ റമളാനിന്റെ ഇടയിൽ വന്ന ചില ദോഷങ്ങൾ നോമ്പ് കൊണ്ടും അല്ലാഹു പുറത്തു തരൂല. അല്ലാഹുമ്മ ഗ്ഫിർ ലനാ ദുനൂബനാ യാ റബ്ബൽ ആലമീൻ. പരിശുദ്ധമായ റമളാനിന്റെ 2ാമത്തെ 10-ലാണല്ലോ നമ്മളൊക്കെ ദുആ ചെയ്യുന്നത്. അല്ലാഹുവേ, എന്റെ പാപം നീ പുറത്തു തരണേ അല്ലാഹ്, എന്റെ കുറ്റം നീ പുറത്തു തരണേ അല്ലാഹ് എന്ന് നമ്മൾ പരിശുദ്ധമായ റമളാനിന്റെ 2ാമത്തെ 10-ൽ ദുആ ചെയ്യുന്നുണ്ടല്ലോ. നോമ്പ് കൊണ്ടും അല്ലാഹു പുറത്തു തരാത്ത ചില പാപങ്ങളുണ്ട്, നിസ്കാരം കൊണ്ട് അല്ലാഹു പുറത്തു തരാത്ത ചില പാപങ്ങളുണ്ട്. വലൽ ഹജ്ജു, ഹജ്ജ് കൊണ്ടും അല്ലാഹു പുറത്തു തരാത്ത ചില പാപങ്ങളുണ്ട്. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞതുണ്ട്, പരിശുദ്ധമായ ഹജ്ജ് ചെയ്താൽ കയൗമി വലദതുഹു ഉമ്മുഹു, എങ്ങനെയാണോ ഉമ്മ പ്രസവിച്ചത് അതുപോലെയാണവൻ. ഉമ്മ എങ്ങനെയാ പ്രസവിച്ചത് അതുപോലൊരു തെറ്റുപോലും അവന്റെ അടുക്കൽ ഉണ്ടാവൂല. അൽ ഹജ്ജുൽ മബ്റൂർ, സ്വീകാര്യമായ ഹജ്ജ്. അങ്ങനെ ഒരാൾ ചെയ്താൽ അവന് സ്വർഗമാണ് പ്രതിഫലം. ഉമ്മ പ്രസവിക്കുമ്പോ നമ്മൾ എങ്ങനെയാണ് അതുപോലെ നമ്മുടെ തിന്മയുടെ ഏട് ായിരിക്കും, ഒരു കുറ്റം പോലും ഉണ്ടാവില്ല, നിഷ്കളങ്കരായിരിക്കും നമ്മൾ. പിന്നെ നാട്ടിലെത്തി കൊണ്ടും തുടങ്ങിയാൽ പോയി. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. നമ്മുടെ ഹജ്ജുകൾ അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. വലൽ ഹജ്ജു, ഹജ്ജ് കൊണ്ടും അല്ലാഹു പൊറുക്കപ്പെടാത്ത ചില പാപങ്ങളുണ്ട്, പുറത്തു തരാത്ത ചില പാപങ്ങളുണ്ട്. അറഫ എന്ന് പറഞ്ഞാൽ എന്താ? അറഫ എന്ന് പറഞ്ഞാൽ എന്താ? അൽ ഹജ്ജു അറഫ. ഹജ്ജ് പൂർത്തിയാവണമെങ്കിൽ അറഫ വേണമല്ലോ. ആ അറഫയിലാണ് അല്ലാഹു ലക്ഷക്കണക്കിന് ആളുകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്നത്. നരകത്തിൽ നിന്ന് അല്ലാഹു മോചിപ്പിക്കുന്നത് അറഫയിലാണ്. ലക്ഷക്കണക്കിന് സ്വഹാബാക്കൾ അവസാനത്തെ ഹജ്ജത്തുൽ വിദായിൽ അറഫ മൈതാനിയിൽ ഒരുമിച്ച് കൂടിയപ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അറഫ മൈതാനിയിൽ വെച്ചൊരു പ്രഭാഷണം നടത്തുന്നത്. ഈ സദസ്സിൽ പിണങ്ങി നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് എണീറ്റ് പോകണമെന്ന്. പിണങ്ങി നിൽക്കുന്ന ആരെങ്കിലും ഈ സദസ്സിലുണ്ടെങ്കിൽ ദയവ് ചെയ്ത് എണീറ്റ് പോകണമെന്ന് അറഫ മൈതാനിൽ അല്ലാഹുവിന്റെ ഹബീബ് പ്രഭാഷണം നടത്തിയപ്പോഴാണ് ഒരു ചെറുപ്പക്കാരൻ സദസ്സിൽ നിന്ന് എണീറ്റ് പോകുന്നത്. അദ്ദേഹം പോയിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് സദസ്സിലേക്ക് വന്നു. നബി തങ്ങൾ വിളിച്ചു, എവിടെ പോയതാണ്? ചെറുപ്പക്കാരൻ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ, വർഷങ്ങളായി ഞാൻ എന്റെ അമ്മായിയുമായി പിണക്കത്തിലായിരുന്നു. വർഷങ്ങളായി ഞാൻ എന്റെ അമ്മായിയുമായി പിണക്കത്തിലായിരുന്നു. കണ്ടാൽ സംസാരിക്കൂല, വീട്ടിലേക്ക് ഞാൻ പോവാറില്ല, യാതൊരു ബന്ധവും ഞാൻ വെക്കാറില്ല. പക്ഷെ നിങ്ങൾ പറഞ്ഞുവല്ലോ ഈ സദസ്സിൽ നിന്ന് എണീറ്റ് പോകണമെന്ന് പറഞ്ഞുവല്ലോ. അപ്പോഴേക്കും എനിക്ക് തോന്നി നിങ്ങളുടെ സദസ്സിൽ ഇരിക്കണമെങ്കിൽ എന്റെ പിണങ്ങി നിൽക്കുന്ന കുടുംബക്കാരുമായി സംസാരിക്കണമെന്ന്. അവരോട് പോയി സലാം പറഞ്ഞ് ഞാൻ തിരിച്ചു വന്നതാണ് നബിയെ.
അപ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പറഞ്ഞത്, കുടുംബബന്ധം പിണങ്ങി നിൽക്കുന്ന ഒരാളൊരു സദസ്സിലുണ്ടെങ്കിൽ ആ സദസ്സിലേക്ക് മലക്കുകൾ ഇറങ്ങി വരൂല, മലക്കുകൾ ഇറങ്ങൂല. ആ സദസ്സിൽ ദുആ ചെയ്താൽ അല്ലാഹു ദുആഇന് ഇജാബത്ത് നൽകൂല, ഉത്തരം കിട്ടൂല. എത്ര ദുആ ചെയ്താലെന്ത്, യാ റബ്ബി യാ റബ്ബ്, അല്ലാഹുവേ അല്ലാഹുവേ എന്ന് പറഞ്ഞിട്ട് കരഞ്ഞിട്ട് ദുആ ചെയ്തിട്ടുണ്ട്. ദുആ ചെയ്തിട്ടുണ്ട് കാര്യമാണുള്ളത്. കുടുംബബന്ധം പിണങ്ങി നിൽക്കുന്ന ഒരാളുണ്ടെങ്കിൽ ദുആ അല്ലാഹു സ്വീകരിക്കുകയില്ല എന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. അറഫാ മൈതാൻ എന്ന് പറഞ്ഞാൽ എന്താ? പിശാചുക്കൾ ഓടുന്ന ദിവസമാണ്. ലക്ഷക്കണക്കിന് ആളുകളെ നരകത്തിൽ നിന്ന് അള്ളാഹു മോചിപ്പിക്കുന്നത് കാണുമ്പോ പിശാചുക്കൾ വെപ്രാളം കൊണ്ട് ഓടുന്ന ദിവസമാണത്. ആ ദിവസത്തിലാണ് പറയുന്നത്, കുടുംബബന്ധം പിണങ്ങി നിൽക്കുന്ന ഒരാളുണ്ടെങ്കിൽ അള്ളാഹു നിങ്ങളുടെ അമലുകൾ സ്വീകരിക്കൂല എന്ന്. അപ്പൊ കുടുംബബന്ധം തെറ്റി നിന്നിട്ട് ഒന്നും ചെയ്തിട്ട് കാര്യമില്ലെന്നാണ്. ഈ ഒരു വിഷയം ഈ പ്രാവശ്യം ഉംറക്ക് വന്നപ്പോ നമ്മുടെ ബസ്സിൽ ഒരാളുണ്ടായി. എന്നെ വെറുതെ ചോദിച്ചു, പിണങ്ങി നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടോന്ന്. ആരും കീബുക്കില്ല, ഒരാൾ കീബുക്കി. ഞാൻ ചോദിച്ചു, ആള് പറഞ്ഞു, എന്നോട് പറയാണ്, ഞാൻ സത്യം പറയാണ്, എന്റെ പെങ്ങളായിട്ട് സംസാരിക്കാത്ത വർഷങ്ങളായി, പെങ്ങളായിട്ട്. അതുപോലെ ജ്യേഷ്ഠന്റെ എന്തൊരു വീട്ടിൽ അടുത്ത കുടുംബമാണ്, 2 ഫാമിലിയോട് ഞാൻ വർഷങ്ങളായിട്ട് സംസാരിക്കാറില്ല. ഈ കഥകളൊക്കെ പറഞ്ഞു കൊടുത്തപ്പോൾ ആൾ പറഞ്ഞു, ഇൻഷാ അല്ലാഹ് ഞാൻ പോയിട്ട് സംസാരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്, ഇനിയൊരു പണക്കില്ല. ഞാൻ സംസാരിക്കാൻ തീരുമാനിച്ചു, ഇനിയൊരു പണക്കില്ല. അവരെന്തായാലും ഞാൻ അങ്ങോട്ട് പോയി സംസാരിക്കാൻ പോവാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഒരുപാട് അമല് ചെയ്തിട്ടുണ്ട് കാര്യം, ഒരുപാട് ഇബാദത്ത് ചെയ്തിട്ടുണ്ട് കാര്യം, സ്വതക്ക നൽകിയിട്ടുണ്ട് കാര്യം. MCCക്ക് ഒരുപാട് കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. അത് GCC രാഷ്ട്രങ്ങളിൽ എവിടെ നോക്കിയാലും എവിടെ പോയാലും ഇവരുടെയൊക്കെ കാരുണ്യ പ്രവർത്തനങ്ങളാണ്. മറ്റുള്ളവർ ചെയ്യുന്നില്ല എന്നല്ല. അള്ളാഹു നിലനിർത്തട്ടെ, അള്ളാഹു അനുഗ്രഹങ്ങൾ നിലനിർത്തി പെരുമാറാവട്ടെ. നമ്മൾ പറഞ്ഞു വരുന്നത്, നമ്മുടെ സ്വതക്കകൾ കൊണ്ടോ നിസ്കാരം കൊണ്ടോ ഹജ്ജ് കൊണ്ടോ അള്ളാഹു പുറത്തു തരാത്ത ചില പാപങ്ങളുണ്ട്. വലൽ ഉംറ കൊണ്ടും നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടാത്ത ചില പാപങ്ങളുണ്ട്. ഉംറ എന്ന് പറഞ്ഞാൽ എന്താണ്? 2 ഉംറയുടെ ഇടയിൽ അള്ളാഹു നമ്മളിൽ നിന്നുണ്ടാകുന്ന പാപങ്ങൾ അള്ളാഹു പുറത്തു തരുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. നിങ്ങൾ വലിയ ഭാഗ്യവാന്മാരാണ്. മറ്റുള്ള രാജ്യങ്ങളിലില്ലാത്തൊരു പ്രത്യേകത നിങ്ങൾക്കുണ്ട്. ആഴ്ചയിലൊരു തവണ അല്ലെങ്കിൽ മാസത്തിലൊരു തവണയെങ്കിലും ഉംറ ചെയ്യാൻ നിങ്ങൾക്ക് അവസരമുണ്ട്. നിങ്ങൾ ചെയ്യുന്നുണ്ടോ എന്നല്ല വേറെ വിഷയമാണ്. അല്ലെ, നിങ്ങൾക്ക് അവസരമുണ്ട്. ചെയ്യുന്നുണ്ടോ? എവിടെയല്ല, മുറ്റത്തെ മുല്ലക്ക് മണമില്ല. അങ്ങനെയാണ്, മുറ്റത്തെ മുല്ലക്ക് മണമില്ല. അങ്ങനെ തന്നെയാണ്. അപ്പൊ നമ്മളൊക്കെ നാട്ടിൽ നിന്നൊക്കെ കുറെ ആളുകൾ വർഷത്തിൽ വരുന്ന ആളുകളുണ്ടാകും. എന്നാൽ ഹറമിന്റെ പരിസരത്ത് നിന്നിട്ട് ഇതുവരെ ഉംറ ചെയ്യാത്ത ആളുകളുണ്ടാവും. ഇത് തൗഫീഖാണ്. ഹജ്ജ് ചെയ്യാത്ത ആളുകളുണ്ടാവും. വർഷങ്ങളായി ഹറമിൽ ജോലി ചെയ്തിട്ട് ഹജ്ജ് ചെയ്യാതെ നാട്ടിലേക്ക് പോയ ആളുകളില്ല. തൗഫീഖാണ്. അല്ലാഹു നമ്മൾക്ക് ഒരുപാട് തവണ ഹജ്ജും ഉംറയും ചെയ്യാൻ തൗഫീഖ് ചെയ്യട്ടെ. ഒരു തവണ അല്ല, നമ്മളെങ്ങനെ തവണ ചെയ്യാം? അല്ലാഹുവേ, ഒരു തവണയെങ്കിലും ഹജ്ജും ഉംറയും ചെയ്യാൻ എനിക്ക് തൗഫീഖ് തരണേ അല്ലാഹ്. നമ്മുടെ പ്രാർത്ഥനകൾ എങ്ങനെയാണ്? അങ്ങനെയല്ല ദുആ ചെയ്യേണ്ടത്. അല്ലാഹുവേ, ഒരുപാട് തവണ ഹജ്ജും ഉംറയും ചെയ്യാൻ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഒരുപാട് തവണ. എന്തിനാ ഒരു തവണ ചോദിക്കുന്നത്? പഠിച്ചവന് ഒരുപാട് തവണ തൗഫീഖ് തന്നൂടെ? കഴിവില്ലേ? മക്കളെ ചോദിക്കുമ്പോ ചോദിക്കാറുണ്ട്, അല്ലാഹുവേ, ഒരു കുഞ്ഞിക്കാല് കാണാനുള്ള ഭാഗ്യം നീ എനിക്ക് തരണേ അല്ലാഹ്. എന്തിനാണ് ഒരു കുഞ്ഞിക്കാല്? ഒരുപാട് സന്താനങ്ങൾ എനിക്ക് തരണേ അല്ലാഹ്. ഒരുപാട് സ്വാലിഹീങ്ങളായ മക്കളെ എനിക്ക് തരണേ അല്ലാഹ് എന്ന് ചോദിച്ചുകൂടെ? സ്വർഗം ചോദിക്കുമ്പോ ചോദിക്കാറുണ്ട്, അല്ലാഹുവേ, സ്വർഗത്തിലൊന്ന് എന്നെ കയറ്റിയാൽ മതി. അങ്ങനെ ചോദിക്കാം, സ്വർഗത്തിലൊന്ന് കയറ്റിയാൽ മതി എന്ന്. എന്തിനാണ് അങ്ങനെ ചോദിക്കുന്നത്? സ്വർഗത്തിന്റെ ഉന്നതമായ തട്ടായ ജന്നാത്തുൽ ഫിർദൗസ് ചോദിക്കാനല്ലേ അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചത്. മരണസമയത്തുള്ള പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താറുണ്ട്, അള്ളാഹുവേ, മരണസമയത്ത് സ്വർഗത്തിന്റെ ഫോട്ടോ കണ്ട് മരിപ്പിക്കണേ. എന്തിനാണ് ഫോട്ടോ കാണുന്നത്? സ്വർഗം കണ്ട് മരിക്കാൻ നമ്മൾക്ക് പറ്റൂലേ? ഫോട്ടോ എന്തിനാണ് കാണുന്നത്? സ്വർഗം കണ്ട് മരിക്കാൻ അള്ളാഹുവേ തൗഫീഖ് നൽകണേ. ഈ ഒരു പ്രാർത്ഥന എന്ത് ചോദിക്കുമ്പോഴും അള്ളാഹുവിനോട് ഒരുപാട് ചോദിച്ചേക്ക്. അള്ളാഹു തരാൻ സന്നദ്ധനാണ്. അള്ളാഹുവിന്റെ കയ്യിൽ ഇഷ്ടം പോലെയുണ്ട്. പിശുക്കനല്ല റബ്ബ്. മനുഷ്യന്മാരാണ് പിശുക്കൻ. അള്ളാഹു തന്നതിനെ കൊടുക്കാൻ നമ്മൾക്ക് മടിയാണ്, അല്ലെ? അള്ളാഹു തന്നതിനെ കൊടുക്കാൻ, അള്ളാഹു സ്വന്തമുള്ളത് തരാൻ നമ്മൾ അള്ളാഹു തന്നതിനെ കൊടുക്കാൻ മടിയാണ്. അള്ളാഹു എന്താ പറഞ്ഞത്? وأنفقوا مما رزقناكم من قبل أن يأتي أحدكم الموت وأنفقوا مما رزقناكم. ഞാൻ നിങ്ങൾക്ക് നൽകിയതിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കണം. നിങ്ങൾ ഉണ്ടാക്കിയതല്ല,
നമ്മളൊക്കെ ജോലി ചെയ്യാൻ നിങ്ങളൊക്കെ വിചാരിക്കും ഞാൻ നാട്ടിൽ നിന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ അധ്വാനിച്ചിട്ട് എനിക്ക് കിട്ടുകയാണല്ലോ. അല്ല, നിങ്ങൾ ജോലി ചെയ്തതുകൊണ്ടോ അധ്വാനിച്ചത് കൊണ്ടോ സാലറി കിട്ടും നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കേണ്ട. നിങ്ങൾ രാവിലെ ഷോപ്പ് തുറന്നതുകൊണ്ട് കച്ചവടം ഉണ്ടാകുമെന്നും പ്രതീക്ഷിക്കേണ്ട. ഇതൊക്കെ പടച്ചോനാണ് തരുന്നത്. ആ ഒരു വിശ്വാസം നമ്മൾക്കുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലുള്ളതൊക്കെ നമ്മൾ കൊടുക്കാൻ സന്നദ്ധരാകും. ഉള്ളവരോട് പറയട്ടെ, ഉള്ളവരാണെങ്കിലും ഇല്ലാത്തവരാണെങ്കിലും അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം